ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫേസ് യുവർ എക്സാംസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നോവേഷൻസ് ആൻഡ് ബിസിനസ് ഡൈനാമിക്സിലെ സെക്കൻഡ് മോഡ്യൂളിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ്. ദാറ്റ് ഈസ് നാവിഗേറ്റിംഗ് ഇന്നോവേഷൻ ചാലഞ്ചസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന മോഡ്യൂളിൽ ഡെവലപ്പിംഗ് ആൻഡ് എൻ്റർപ്രണറിയൽ മൈൻഡ് സെറ്റ്, പ്രോട്ടോടൈപ്പിംഗ് ടു ഇൻക്യുബേഷൻ, ആ ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു എൻ്റർപ്രണർക്ക് വേണ്ട മൈൻഡ് സെറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടോടൈപ്പിംഗ് ടു ഇൻക്യുബേഷൻ ആ സ്റ്റേജസ് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ എന്താണ് പ്രോട്ടോടൈപ്പിംഗ് എന്നാണ് നോക്കുന്നത്. സോ എ പ്രോട്ടോടൈപ്പ് is an early sample, model or release of a product built to test a concept or process. അതായത് ഒരു പുതിയ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രോസസ് ഐഡിയ അത് എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഏർലി സാമ്പിൾ പുറത്തെടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഏർലി സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. So it serves as a tangible representation of an idea, allowing for early feedback and iteration. That is, ഒരു ഐഡിയയുടെ അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ജനറേറ്റ് ചെയ്ത ഐഡിയയുടെ ഒരു ബേസിക് ഫിസിക്കൽ ഫോം ആയിരിക്കും. ആൻഡ് ദാറ്റ് അലൗസ് ഫോർ ഏർലി ഫീഡ്ബാക്ക് ആൻഡ് ഇറ്ററേഷൻ. കസ്റ്റമേഴ്സിൻ്റെ ആദ്യത്തെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ, അല്ലെങ്കിൽ ചേഞ്ചസ് എന്തൊക്കെ വരുത്തണമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഈ പ്രോട്ടോടൈപ്പിംഗ് ഹെൽപ്പ് ചെയ്യും. സോ രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ് ഉണ്ട്. ലോ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്സ് ആൻഡ് ഹൈ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്സ്. ലോ ഫിഡിലിറ്റിയിൽ വരുന്നതാണ് സ്കെച്ചസ്, അതുപോലെ തന്നെ വയർ ഫ്രെയിംസ്, സ്റ്റോറി ബോർഡ്സ്, റോൾ പ്ലേയിങ് എക്സെട്ര. ഹൈ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് മോക്കപ്സ്, ഇൻറ്ററാക്റ്റീവ് പ്രോട്ടോടൈപ്സ്, 3D മോഡൽസ് എക്സെട്ര. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേർപ്പസ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രോട്ടോടൈപ്പിംഗ് നടത്തുന്നത്? ഫസ്റ്റ് വൺ ഈസ് ടു വിഷ്വലൈസ് ദ ഐഡിയ. ദാറ്റ് ഈസ് എന്താണ് ആ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ആ പുതിയ ഐഡിയ എന്നുള്ളൊരു വിഷ്വലൈസേഷനിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിനൊരു ടാഞ്ചിബിൾ ഫോമിലേക്ക് എത്തിക്കുക, ഒരു ഫിസിക്കൽ ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രോട്ടോടൈപ്പിംഗ് നടത്തുന്നത്. ദെൻ ടു ടെസ്റ്റ് ഫീസിബിലിറ്റി. പ്രോട്ടോടൈപ്സ് അലൗ ടെസ്റ്റിംഗ് വെദർ ദ ഐഡിയ ഈസ് ടെക്നിക്കലി പോസിബിൾ ആൻഡ് പ്രാക്ടിക്കൽ. ആ ഐഡിയ ടെക്നിക്കലി പോസിബിൾ ആണോ, പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ദെൻ ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഏർലി. ആ പെർട്ടിക്കുലർ ഐഡിയയ്ക്ക് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഐഡിയയ്ക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത് എന്ന് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ടു ഇംപ്രൂവ് ദ ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ മാറ്റം വരുത്താനായിട്ടും. ടു റെഡ്യൂസ് റിസ്ക്, ദാറ്റ് ഈസ് ഫെയിലിയർ വന്നു കഴിഞ്ഞാലുള്ള റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടു സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. കമ്മ്യൂണിക്കേഷൻ ഈസിയർ, ഡെവലപ്പേഴ്സ്, മാനേജേഴ്സ്, കസ്റ്റമേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടും ഈ പ്രോട്ടോടൈപ്പിംഗ് ഹെൽപ്ഫുള്ളാണ്. സോ ദീസ് ആർ ദ പേർപ്പസ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ്. ഇനി നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റാണ് മിനിമം വയബിൾ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, MVP കോൺസെപ്റ്റ് എന്ന് പറയും. സോ മിനിമം വയബിൾ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ഒരു പ്രോട്ടോടൈപ്പിംഗ് പോലെ തന്നെയാണ്. It is the first working version of a product with only core essential features required to solve the customer's main problem. That is, ഒരു ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ കോർ എലമെൻറ്റ് എന്താണ്, അത് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും അവർ ഇറക്കുന്നുണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല. ആ പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്താണോ അത് മാത്രം മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിനിമം പ്രൊഡക്റ്റ് ആയിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് മിനിമം വയബിൾ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് MVP ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ കോർ വാല്യൂ പ്രപ്പോസിഷൻ. ദാറ്റ് ഈസ് ദ കോർ വാല്യൂ പ്രപ്പോസിഷൻ ഈസ് ദ മെയിൻ ബെനിഫിറ്റ് ഓർ യുണീക്ക് വാല്യൂ ദ പ്രൊഡക്റ്റ് ഓഫേഴ്സ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് യുണീക്കായിട്ട് അല്ലെങ്കിൽ മെയിനായിട്ടും ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടേണ്ട വാല്യൂവിനെയാണ് കോർ വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. It explains why customers should use the product and what problem it solves better than others. അപ്പോൾ ആ കോർ വാല്യൂ പ്രപ്പോസിഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ എന്താണ് ആ പ്രൊഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സിന് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആ മറ്റ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ചിട്ട് എന്താണ് ഇതിൽ നിന്ന് വ്യത്യാസമുള്ളത്, എന്താണ് ഇതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ് എന്നുള്ളതാണ് കോർ വാല്യൂ പ്രപ്പോസിഷനിൽ വരുന്നത്. ദെൻ അനദർ പ്രിൻസിപ്പിൾ ഈസ് ഏർലി റിലീസ്. ദാറ്റ് ഈസ് ഒരു ബേസിക് വർക്കിംഗ് വേർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഏർലി റിലീസ് പോസിബിളാണ്. ദെൻ ഇറ്ററേറ്റീവ് ലേണിംഗ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫീഡ്ബാക്കിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നതിനാണ് ഇറ്ററേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ്സ് ഓഫ് MVP കോൺസെപ്റ്റിൻ്റെ ബെനിഫിറ്റാണ്. ഒന്ന്, റെഡ്യൂസസ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ദെൻ ഫാസ്റ്റർ ടൈം ടു മാർക്കറ്റിലേക്ക് എത്രയും പെട്ടെന്ന് പ്രൊഡക്റ്റിനെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു.
കളക്ട്സ് റിയൽ കസ്റ്റമർ ഫീഡ്ബാക്ക്, ശരിയായ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്സ് കിട്ടുന്നു. മിനിമൈസസ് റിസ്ക് ഓഫ് ഫെയിലിയർ ആയിക്കഴിഞ്ഞാലും അതിൽ നിന്നുള്ള റിസ്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ലോസ് വളരെ കുറവായിരിക്കും. ദെൻ വാലിഡേറ്റ്സ് ബിസിനസ് ഐഡിയ, ദാറ്റ് ഈസ് ആ ഐഡിയ കൊണ്ട് റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ സപ്പോർട്ട് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിഫൈൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പ്രൊഡക്റ്റ് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്ഡ് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് MVP അല്ലെങ്കിൽ മിനിമം വേബിൾ പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് ബിസിനസ് മോഡൽ ക്യാൻവാസ് ആൻഡ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. ബിസിനസ് മോഡൽ ക്യാൻവാസ്, ദാറ്റ് ഈസ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ദ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നതാണ് പ്രോട്ടോടൈപ്പിംഗ്, അതുപോലെ തന്നെ MVP എന്നൊക്കെ പറയുന്നത്. എന്നാൽ ബിസിനസ് മോഡൽ ക്യാൻവാസ് പ്രൊവൈഡ്സ് ദ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ഹൗ യുവർ വെഞ്ചർ വിൽ ക്രിയേറ്റ്, ഡെലിവർ ആൻഡ് ക്യാപ്ചർ വാല്യൂ. അപ്പം ബിസിനസ് മോഡൽ ക്യാൻവാസിൽ പറയുന്നത് എങ്ങനെ ബിസിനസ്സുകൾ ആ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വാല്യൂ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ള അതിനെയാണ് ബിസിനസ് മോഡൽ ക്യാൻവാസ് ആൻഡ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. സോ ഇത് ഒരു 9 എസെൻഷ്യൽ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടാണ് സ്റ്റഡി നടത്തുന്നത്. സോ കീ കോമ്പണൻസ് ആയിട്ട് 9 ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ കീ കോമ്പണൻസ് ഓഫ് ബിസിനസ് മോഡൽ ക്യാൻവാസ്, ഫസ്റ്റ് വൺ ഈസ് കസ്റ്റമർ സെഗ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് ഏത് കസ്റ്റമറിനെയാണ് പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻസ് എയിം ടു സെർവ്. ആ ബിസിനസ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ് ഏതാണ്, കസ്റ്റമർ സെഗ്മെൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാല്യൂ പ്രപ്പോസിഷൻ, ദാറ്റ് ഈസ് ആർട്ടിക്കുലേറ്റ് ദ യുണീക്ക് വാല്യൂ യുവർ ബിസിനസ് ഓഫേഴ്സ് ടു മീറ്റ് ദ നീഡ്സ് ഓർ സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഈച്ച് കസ്റ്റമർ സെഗ്മെൻറ്റ്. ഓരോ കസ്റ്റമർ സെഗ്മെൻറ്റ്സിലും എന്ത് വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്ത് പ്രോബ്ലമാണ് മീറ്റ് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ചാനൽസ്. ചാനൽസ് ഡിറ്റർമൈൻ ഹൗ യുവർ ബിസിനസ് വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആൻഡ് ഡെലിവർ ദ വാല്യൂ പ്രൊപ്പോസിഷൻ ടു കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമേഴ്സിലേക്ക് വാല്യൂ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോസിബിൾ ആവും, ഏത് വേയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ചാനൽസ്. അത് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഡയറക്റ്റ് എന്ന് പറയുമ്പം സെയിൽസ് ഫോഴ്സ് വെബ്സൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും, ഇൻഡയറക്റ്റ് ആകുമ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൂടെയും പാർട്ട്ണർ സ്റ്റോഴ്സിലൂടെയൊക്കെ നടത്തുന്ന ഡിസ്ട്രിബ്യൂഷൻസ്. സോ ഇങ്ങനെ ഏത് ചാനലാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് നെക്സ്റ്റ് വൺ. ദെൻ ഫോർത്ത് വൺ ഈസ് കസ്റ്റമർ റിലേഷൻഷിപ്സ്, ദാറ്റ് ഈസ് ഡിഫൈൻ ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് യു എസ്റ്റാബ്ലിഷ് വിത്ത് ഈച്ച് കസ്റ്റമർ സെഗ്മെൻറ്റ്. ദാറ്റ് ഈസ് കസ്റ്റമർ സെഗ്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചു. ഓരോ കസ്റ്റമർ സെഗ്മെൻറ്റ്സും ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പേഴ്സണൽ ഡെഡിക്കേറ്റഡ് സപ്പോർട്ടാണോ, ഓട്ടോമേറ്റഡ് സെൽഫ് സർവീസ് പോർട്ടൽസ് ആണോ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഫോറംസിലൂടെയാണോ, കൊളാബറേഷൻസിലൂടെയാണോ, എങ്ങനെയാണ് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ദെൻ റവന്യൂ സ്ട്രീംസ്, ഐഡൻറ്റിഫൈ ഹൗ യുവർ ബിസിനസ് വിൽ ഏൺ റവന്യൂ ഫ്രം ഈച്ച് കസ്റ്റമർ സെഗ്മെൻറ്റ്സ്. ഓരോ കസ്റ്റമർ സെഗ്മെൻറ്റ്സിലൂടെയും എങ്ങനെയാണ് റവന്യൂ ഏൺ ചെയ്യുന്നത്. അത് ഡയറക്റ്റ് സെയിൽസിലൂടെയാണോ, സബ്സ്ക്രിപ്ഷൻ ഫീസിലൂടെയാണോ, വേറെ എന്തെങ്കിലും ചാർജസിലൂടെയാണോ, അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്, ഏതാണ് വരുമാന മാർഗം എന്ന് കണ്ടുപിടിക്കുക. ദെൻ കീ റിസോഴ്സസ്, ദാറ്റ് ഈസ് ആ ഒരു വാല്യൂ ഡെലിവറി ചെയ്യാൻ വേണ്ടി വേണ്ട കീ റിസോഴ്സ് എന്താണ്. ഓക്കെ, ഔട്ട്ലൈൻ ദ ക്രിട്ടിക്കൽ അസറ്റ് റിക്വയർഡ് ടു ഡെലിവർ യുവർ വാല്യൂ പ്രപ്പോസിഷൻ. ആ വാല്യൂ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള അസറ്റ് എന്താണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണോ, ദാറ്റ് ഈസ് പേറ്റൻറ്റ്, ബ്രാൻഡ് പോലെയുള്ള ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽസ് ആണോ, ഹ്യൂമൺ ആണോ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽസ് ആണോ വേണ്ടത്. ആ ഒരു രീതിയിലുള്ള ഏത് ടൈപ്പ് ഓഫ് റിസോഴ്സാണ് ആ ബിസിനസ്സിൻ്റെ കീ റിസോഴ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കീ ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് ആ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കീ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. പ്രൊഡക്ഷൻ, പ്രോബ്ലം സോൾവിങ്, മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള വേരിയസ് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്താണ് കീ ആക്ടിവിറ്റി എന്ന് സെലക്ട് ചെയ്യുക. ദെൻ കീ പാർട്ട്ണർഷിപ്സ്, ഐഡൻറ്റിഫൈ എക്സ്റ്റേണൽ കമ്പനീസ്, സപ്ലൈസ് ആൻഡ് കൊളാബറേറ്റേഴ്സ് എസെൻഷ്യൽ ഫോർ ഡെലിവറിങ് യുവർ ബിസിനസ് മോഡൽ. ഈ ബിസിനസ് മോഡൽ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്റ്റേണൽ പാർട്ട്ണർഷിപ്സ്, എക്സ്റ്റേണൽ പീപ്പിളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്. ദെൻ ദ കോസ്റ്റ് സ്ട്രക്ചർ, ലാസ്റ്റ് വൺ ആണ് കോസ്റ്റ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് മേജർ കോസ്റ്റ്. ആ ബിസിനസ് ഇൻവോൾവ് ചെയ്യുന്ന ഏറ്റവും മേജറായിട്ടുള്ള കോസ്റ്റ് ഏതാണ്. ഫിക്സഡ് കോസ്റ്റ് ആണോ, വേരിയബിൾ കോസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ്സ് റെൻറ്റ്, സാലറീസ് ഒക്കെ. വേരിയബിൾ കോസ്റ്റ് റോ മെറ്റീരിയൽസ്, കമ്മീഷൻസ് പോലെയുള്ള വേരിയബിൾ കോസ്റ്റ് ആണോ, ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മോഡലിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക.
ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബിസിനസ് മോഡൽ ക്യാൻവാസ് ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വൺസ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് വേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന ഒരു പുതിയ ഓൺടർപ്രണർക്ക് വേണ്ടതാണ് എക്സ്റ്റേണൽ സപ്പോർട്ട്. ഓക്കെ, സീക്കിങ് എക്സ്റ്റേണൽ സപ്പോർട്ട് ആൻഡ് പ്ലാനിങ് ഫോർ ഗ്രോത്ത്, അതാണ് ഇൻക്യുബേഷൻ ആൻഡ് ഗ്രോത്തിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ഏരിയ ആണ് ഇൻക്യുബേഷൻ ആൻഡ് ഗ്രോത്ത്. സോ വൺസ് എ വാലിഡേറ്റഡ് MVP and a robust business model are in place, the next phase often involves seeking external support and planning for growth. So external support ലഭിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കുന്ന ഒരു ഏരിയയാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ബിസിനസ് ഇൻക്യുബേഷൻ? ബിസിനസ് ഇൻക്യുബേഷൻ ഈസ് എ സപ്പോർട്ട് പ്രോസസ് ദാറ്റ് ഹെൽപ്സ് ന്യൂ ആൻഡ് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ടു ഡെവലപ്പ് ബൈ പ്രൊവൈഡിങ് സർവീസസ് സച്ച് ആസ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഓർ ഓഫീസ് സ്പേസ്. പുതിയ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് അവർക്ക് തുടക്കത്തിൽ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് ബിസിനസ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അവർക്ക് മാനേജ്മെൻറ്റ് ലെവൽ ട്രെയിനിങ്, അതുപോലെ തന്നെ ഓഫീസ് സ്പേസ്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടായി വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. സോ ദ ഗോൾ ഓഫ് ബിസിനസ് ഇൻക്യുബേറ്റർ ഈസ് ടു ഹെൽപ്പ് ക്രിയേറ്റ് and grow young businesses by providing them with necessary resources and services. യങ് ഓൺടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് നെസസറി ആയിട്ടുള്ള റിസോഴ്സസും സർവീസസും പ്രൊവൈഡ് ചെയ്തിട്ട് പുതിയ യങ് ഓൺടർപ്രണേഴ്സിനെ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ക്രിയേറ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻക്യുബേറ്റേഴ്സിൻ്റെ മെയിനായിട്ടുള്ള എയിം. സോ ഇൻക്യുബേഷൻ പ്രോഗ്രാം വേരിയസ് ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് ബിസിനസ് ഇൻക്യുബേറ്റർ, ആക്സിലറേറ്റേഴ്സ്, കോർപ്പറേറ്റ് ആക്സിലറേറ്റേഴ്സ് ആൻഡ് വെർച്വൽ ഇൻക്യുബേറ്റേഴ്സ്. സോ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് സപ്പോർട്ട് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ബൈ പ്രൊവൈഡിങ് ഷെയർഡ് ഓഫീസ് സ്പേസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, മെൻറ്റർഷിപ്പ് ആൻഡ് ആക്സസ് ടു പ്രൊഫഷണൽ നെറ്റ്വർക്ക്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾ ഓഫീസ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻക്യുബേറ്റേഴ്സിനെയാണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്സിലറേറ്റേഴ്സ്. ആക്സിലറേറ്റേഴ്സ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം പോലെയാണ്. 3 to 6 months ഒക്കെ വരുന്നതാണ്. ആ പ്രോഗ്രാമിൽ മെൻറ്റർഷിപ്പ്, സീഡ് ഫണ്ടിങ്, സ്ട്രക്ചേർഡ് ട്രെയിനിങ് ഇതൊക്കെ ഇൻവോൾവ് ആയിരിക്കും. ദെൻ കോർപ്പറേറ്റ് ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസ് അവർക്ക് താല്പര്യമുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുമായിട്ട് കമ്പൈൻ ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ അവർക്ക് ഐഡിയാസ് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്ത് വളർത്തിയെടുത്ത് അവർക്ക് പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ അവരെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻക്യുബേഷനെയാണ് കോർപ്പറേറ്റ് ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് വെർച്വൽ ഇൻക്യുബേറ്റേഴ്സ്. വെർച്വൽ ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്യുബേഷൻ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് മെൻറ്റർഷിപ്പ്, ട്രെയിനിങ്, ബിസിനസ് സപ്പോർട്ട് എക്സെട്ര ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. ഓഫ്ലൈനായിട്ടല്ല, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ ഇങ്ങനെയുള്ള വെർച്വൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻക്യുബേറ്റേഴ്സിനെയാണ് വെർച്വൽ ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഏരിയ ആണ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻക്യുബേറ്റേഴ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് മെൻറ്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ്. സ്റ്റാർട്ടായി വരുന്ന ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിന് മെൻറ്റർഷിപ്പും ഗൈഡൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, പൊട്ടൻഷ്യൽ ബിസിനസ് പാർട്ട്നേഴ്സ്, കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് പോസിബിൾ ആകുന്നു. കൂടുതൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ആക്സസ് ടു ഫണ്ടിങ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഫണ്ടിങ്. സോ എങ്ങനെയൊക്കെ ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും, ചീപ്പായിട്ടുള്ള ഫിനാൻസസ് ഒക്കെ എവിടുന്ന് പോസിബിൾ ആവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുള്ളാണ്. ദെൻ ഷെയർഡ് റിസോഴ്സസ്. ഓൾറെഡി പറഞ്ഞു, ഇൻക്യുബേറ്റേഴ്സ് ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജീസ്, അവരുടെ അസറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യും അറ്റ് ദ ബിഗിനിങ് സ്റ്റേജിൽ. ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. സോ ഷെയർഡ് റിസോഴ്സസ് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ദെൻ സ്ട്രക്ചേർഡ് കരിക്കുലം. സോ ഈ വർക്ക്ഷോപ്സ്, സെമിനാർസ്, ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇതിലൊക്കെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ദെൻ ക്രെഡിബിലിറ്റി ആൻഡ് വാലിഡേഷൻ. ഒരു റെപ്യൂട്ടഡ് ഇൻക്യുബേറ്ററാണ് നമ്മളെ സെലക്ട് ചെയ്യുന്ന, ഒരു ബിസിനസ്സിനെ സെലക്ട് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ഒരു ക്രെഡിബിലിറ്റിയാണ്, അവരുടെ ഒരു ക്രെഡിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അവർക്ക് അതൊരു മെൻ്റൽ സപ്പോർട്ട് കൂടിയാണ്. ദെൻ പിയർ സപ്പോർട്ട്. ദാറ്റ് ഈസ് സ്റ്റാർട്ടപ്സ് അവർ പോലെയുള്ള സ്റ്റാർട്ടപ്സുമായിട്ട് മീറ്റ് ചെയ്യാനും പിയർ സപ്പോർട്ട്സ് നേടിയെടുക്കാനും സാധിക്കും ത്രൂ ഇൻക്യുബേറ്റേഴ്സ്.
സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്യുബേറ്റർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് ടു ഇൻക്യുബേഷൻ. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പ്രൊഡക്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബേസിക് മോഡൽ അത് മുതൽ ഇൻക്യുബേഷൻ പ്രോസസ്സ് വരെയുള്ള വേരിയസ് സ്റ്റേജസ് ആണ്, വേരിയസ് ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്